കണ്ണുകളുള്ളൊരു ശലഭം പാർട്ട് 1. നന്ദിനി, അവർ എത്താറായല്ലോ. അല്ലി റെഡിയായോ? അരവിന്ദൻ ചോദിച്ചു. റെഡി ആയിട്ടുണ്ടാവും അനിയേട്ടാ, അടുക്കളയിൽ നിന്ന് ഓടി വന്നുകൊണ്ട് നന്ദിനി പറഞ്ഞു. അവരുടെ കൂടെ നീനയും ഉണ്ടായിരുന്നു. നീ ഒന്ന് പോയി നോക്കിയേ നീനെ. ഞാൻ പോയി നോക്കാം ചേച്ചി. ആ പിള്ളേരൊക്കെ കൂടി എന്തെങ്കിലും കുളമാക്കിയിട്ടുണ്ടാവും. ചിരിച്ചുകൊണ്ട് നീന അല്ലിയുടെ മുറിയിലേക്ക് നടന്നു. ഇത് ചിറക്കൽ തറവാടാണ്. സഹോദരങ്ങളായ അനിരുദ്ധനും ദേവനും അവരുടെ കുടുംബവുമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അനിരുദ്ധൻ്റെ ഭാര്യ നന്ദിനി, അവരുടെ ഏക മകൾ അലങ്കൃത എന്ന അല്ലി, ദേവൻ്റെ ഭാര്യ നീന. അവർക്ക് ഇരട്ട മക്കളാണ്, ദേവർഷ് എന്ന കണ്ണനും ദർശ് എന്ന അപ്പുവും. രണ്ടുപേരും UKGയിൽ പഠിക്കുന്നു. കുടുംബ ബിസിനസ് നോക്കുന്നത് അനിരുദ്ധനാണ്. നന്ദിനി വീട്ടമ്മയാണ്. ദേവന് ബിസിനസ്സിനോട് വലിയ താല്പര്യമില്ല. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. നീനയും അഡ്വക്കേറ്റാണ്. ഇരുവരും ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പഠനം കഴിഞ്ഞ അല്ലി ഇപ്പോൾ ദേവർ മഠം സ്കൂളിൽ യോഗ ടീച്ചറാണ്. അതിനൊപ്പം സ്വന്തമായി ഒരു യോഗ ക്ലാസും നടത്തുന്നുണ്ട്. ഇന്ന് അല്ലിയെ പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ തിരക്കിലാണ് ചിറക്കൽ തറവാട്. എന്നാലും നമ്മുടെ മോൾക്കൊരു പോലീസ് പയ്യൻ വേണമായിരുന്നു അനി, നന്ദിനിയുടെ സഹോദരൻ ബാലൻ ചോദിച്ചു. വെറും ഒരു പോലീസ് അല്ലല്ലോ ചേട്ടാ, IPS ആണ്. കൂടാതെ അവർ തന്നെയാണ് നമ്മുടെ മോളെ ആലോചിച്ചു വന്നത്. നമ്മൾ അങ്ങോട്ട് പോയതല്ല. ദേവർ മഠത്തിലെ പയ്യൻ എന്ന പേര് മാത്രം മതിയല്ലോ, മോശമാകാൻ വഴിയില്ല, അനിരുദ്ധൻ പറഞ്ഞു. അതല്ലടാ, നമ്മുടെ മോളൊരു പാവമല്ലേ, പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ, ബാലൻ ആശങ്കയോടെ പറഞ്ഞു. അത് ശരിയാ, നിങ്ങളെപ്പോലുള്ള ബഹളക്കാരായ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു പാവമോളെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്, ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അധികം വിളിക്കണ്ട, അവൾക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ അമ്മയുടെ സ്വഭാവമാണ്. അനിരുദ്ധൻ്റെ വാക്കുകൾ കേട്ടതോടെ ദേവൻ്റെ ചിരി മാഞ്ഞു. അത് സത്യമാണെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അല്ലിയിൽ അവർ ഇരുവരും സ്വന്തം അമ്മയെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് അവർക്കൊരു പ്രത്യേക വാത്സല്യമുണ്ട്. പോലീസ് ആയാലും ആരായാലും പ്രശ്നമില്ല, നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളായാൽ മതി. നമ്മളെക്കാൾ അവളെ സ്നേഹിക്കണം, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അനിരുദ്ധൻ പറഞ്ഞപ്പോൾ എല്ലാവരും മൗനമായി. അതിനുശേഷം പെണ്ണ് കാണലും കല്യാണക്കാര്യവും ഒക്കെ സംസാരിച്ചുകൊണ്ട് അവർ ഇരുന്നു. അതേസമയം നീന അല്ലിയുടെ മുറിയുടെ വാതിൽ തട്ടി വിളിച്ചു. ഇതിങ്ങനെ അടച്ചിട്ടത് എന്തിനാ പിള്ളേരെ? വാതിൽ തുറന്നത് അലീനയായിരുന്നു, അല്ലിയുടെ ചെറുപ്പം മുതൽക്കേയുള്ള കൂട്ടുകാരി. അനിരുദ്ധൻ്റെ ആത്മസുഹൃത്തായ മാത്തൻ്റെയും ജീനയുടെയും ഏക മകൾ. അവളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസറാണ്. അല്ലിയുടെ പെണ്ണ് കാണലിന് വേണ്ടി തലേന്ന് മുതൽ അവളും വീട്ടിലുണ്ട്. എൻ്റെ ചെറിയമ്മേ, ഡോർ അടച്ചിരുന്ന എന്താ കുഴപ്പം? ഇങ്ങനെ പഴയ ചൊറിയമ്മമാരെ പോലെ ആവല്ലേ, നീനയുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആലി പറഞ്ഞു. ഈ പെണ്ണ്, എൻ്റെ കൊച്ചെവിടെ? അല്ലി. നീന അകത്തേക്ക് കയറി. ബാൽക്കണിയിലായിരുന്ന അല്ലി അകത്തേക്ക് വന്നു. എന്താ ചെറിയമ്മേ? അവളെ കണ്ടതും നീനയുടെ കണ്ണുകൾ വിടർന്നു. ഈശ്വര, സുന്ദരിയായിട്ടുണ്ടല്ലോ. കൺമശി വിരലിൽ തൊട്ട് അവൾ അല്ലിയുടെ ചെവിക്ക് പുറകിൽ ഒരു പൊട്ട് കുത്തി കൊടുത്തു. എനിക്കൊന്നും കൺമശിയില്ലേ? ആലി മുഖം വേർപ്പിച്ചു. ഇങ്ങോട്ട് വാ. ചിരിച്ചുകൊണ്ട് നീന ആലിയുടെയും ചെവിക്ക് പുറകിൽ കൺമശി തൊട്ടു. ഇപ്പോൾ രണ്ടുപേരും സുന്ദരികളായി. സോപ്പ് സോപ്പ്. കൂടി എവിടെന്ന്? നീ വേണേൽ എന്നെ സോപ്പിട്ട് തന്നോ, അല്ലെങ്കിൽ നിൻ്റെ വക്കീലിനെ ഞാൻ വേറെ പെണ്ണ് നോക്കും. ജയദേവ് വക്കീലിൻ്റെ മകൾ അഞ്ജു ഇൻറ്റേൺഷിപ്പിൽ വന്നിട്ടുണ്ടല്ലോ, നീന പറഞ്ഞതും ആലി ചിരിച്ചു. എൻ്റെ സാമിച്ചൻ 916 ഗോൾഡാ. അങ്ങനെ ആരെ കണ്ടാലും ആ കണ്ണ് മഞ്ഞളിക്കില്ല. 4 മാസം മുൻപാണ് ആലിയുടെ വിവാഹം കഴിഞ്ഞത്. ഭർത്താവ് സാം ജേക്കബ്, ദേവൻ്റെയും നീനയുടെയും പ്രിയപ്പെട്ട ജൂനിയർ അഡ്വക്കേറ്റ്. ഇരുവരുടെയും സംസാരം കേട്ട് അല്ലി ചിരിച്ചുകൊണ്ട് നിന്നു. മോള് താഴേക്ക് വാ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ആലിയുടെ കൈ പിടിച്ച് അല്ലി താഴേക്ക് ഇറങ്ങി. അവളെ കണ്ടതും അനിരുദ്ധൻ്റെയും ദേവൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. അമ്മ തന്നെ അല്ലേടാ? അനിരുദ്ധൻ പതിയെ ചോദിച്ചു. അതെ ഏട്ടാ, അമ്മ തന്നെയാ, ദേവനും അതേ വികാരത്തോടെ പറഞ്ഞു. അല്ല നന്ദിനി, ഈ രണ്ട് പെണ്ണും ജനിച്ചത് മുതൽ ഒരുമിച്ചല്ലേ?
ഞാൻ വിചാരിച്ചത് ഇവരുടെ കല്യാണവും ഒരുമിച്ചാവുമെന്നായിരുന്നു, ബീനമ്മായി പറഞ്ഞു. അതായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം ചേച്ചി. പക്ഷെ സാമിൻ്റെ അമ്മച്ചിക്ക് അറ്റാക്ക് വന്നപ്പോൾ ആശുപത്രിയിൽ കിടന്ന് മോൻ്റെ കല്യാണം കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിക്കാതെ വിവാഹം നടത്തി. നന്ദിനി മറുപടി നൽകി. അന്ന് മുതൽ എൻ്റെ അടുത്ത പ്ലാനിങ് അല്ലിയുടെ കല്യാണമായിരുന്നു, ആലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലിമോളുടെ ചെക്കൻ്റെ ഫോട്ടോ ഒന്നുമില്ലേ? ബീനമ്മായി വീണ്ടും ചോദിച്ചു. അമ്മായി പത്രം വായിക്കാറില്ലേ? വായിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ പയ്യനാണെന്ന് അറിയില്ലല്ലോ. എന്നാലേ ഇനി നേരിൽ കണ്ടാൽ മതി. ഓ അതെ, അല്ലിമോളുടെ ചെക്കൻ്റെ പേരെന്താ? ആകാംക്ഷയോടെ ബീനമ്മായി ചോദിച്ചു. ആലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദിദേവ് IPS.